നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം ചിലവാക്കി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ശരീരമുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റെയറായിട്ട് മാത്രമേ ഇതിൽ വൈകല്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബഹുഭൂരിപക്ഷം മനുഷ്യരും വളരെ നോർമലായിട്ടുള്ള ശരീരമായിട്ടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. അതിനുശേഷം ശരീരം ഡെവലപ്പ് ചെയ്ത് വരുന്നു. എങ്ങനെയാണ് ഈ ശരീരം ഉണ്ടായത്? കാർബണാണ് ഇതിൻ്റെ മേജർ എലിമെൻറ്റ് എന്ന് ബയോ കെമിസ്ട്രിയിൽ പറയുന്നു, ഓർഗാനിക് കെമിസ്ട്രിയിൽ പറയുന്നു. കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ്. പിന്നെ മറ്റുള്ള എലിമെൻറ്റ്സും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് കോശങ്ങൾ നിർമ്മിക്കാനും കോശങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചൊരു ശരീരം നിർമ്മിക്കാനും ഒരേ ക്രോമസോംസ് ഉള്ള ഈ കോശങ്ങൾക്ക് വേറെ 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 ഓർഗൻസിൽ പ്രവർത്തിക്കാൻ ഉള്ള കഴിവ് നൽകുവാനും ഇതിനുള്ള അറിവ് എവിടെ നിന്നുണ്ടായി അറിയില്ല. അപ്പോൾ ശരീരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അറിവില്ലാതെ ശരീരങ്ങൾ. ഈ ശരീരം വലുതാവുന്നു അറിവില്ലാതെ. ഭക്ഷണം കഴിക്കുന്നു, ശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇതെല്ലാം ശരീരത്തിൽ അസിമുലേറ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ല. ഈ ശരീരം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയും പല സംഭവങ്ങളുണ്ടാവുന്നു, നമ്മൾ അറിയാതെ തന്നെ നേരിടേണ്ടി വരുന്നു. അന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സ്കൂളിൽ പോകുന്നു, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുമ്പേ പോയവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതും
എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയില്ല. എന്തുകൊണ്ട് വേറൊരു രീതിയിലായിക്കൂടാ, നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ഒരു ആന ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് പൂച്ച ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇലകൾ പച്ചയായിട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യർക്കത് ചെയ്യാൻ പറ്റാത്തത്, കുറേ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതിനൊന്നും ഉത്തരമില്ല. അപ്പോൾ നമ്മൾ ഈ അറിവില്ലായ്മയുടെ മേഖലയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഗ്നോറൻസിൻ്റെ മേഖലയിൽ. അതുകൊണ്ടാണ് ഇതിനെ അവിദ്യ എന്ന് പറയുന്നത്, ഇതിനെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ഭാഗവും അൺകോൺഷ്യസ് സബ് കോൺഷ്യസ്, നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. നമ്മളറിയാതെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നു, കാണണ്ടെന്ന് ചോദിച്ചാലും കാണും, കണ്ണടച്ചാലും ചിലപ്പോൾ കണ്ടു എന്ന് വരും. ചെവിയിലൂടെ ശബ്ദങ്ങൾ ഉള്ളിലേക്ക് കടക്കും, നമ്മൾക്കത് പഠിക്കേണ്ട കാര്യം, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഇതൊക്കെ അതിൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അവിദ്യയിൽ ജീവിച്ചിട്ട് അവിദ്യയിൽ നമ്മൾ ഈ ലോകം വിടുകയാണ്. അപ്പോൾ പിന്നെ വിദ്യയിലേക്ക് എങ്ങനെയാണ് വരിക, ശരിയായുള്ള അറിവിലേക്ക് എങ്ങനെയാണ് വരിക? അതുകൊണ്ടാണ് വിദ്യാദദാതി വിനയം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം പഠിച്ചിട്ടും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അറിയാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ, എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? ഈ പ്രപഞ്ചം നിർമ്മിക്കുമ്പോൾ പൂർണ്ണ ജ്ഞാനത്തോടെയാണ് നിർമ്മിച്ചത്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഇതിലെ നിയമങ്ങളൊക്കെ വളരെ വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കപ്പെടുന്നു. ഡിസിപ്ലിൻ, ഓർഡർ ഇൻ ദ കാവോസ് എന്നൊരു പുസ്തകമുണ്ട്. നമുക്കതിനെ അതിജീവിക്കാൻ പറ്റില്ല. നമുക്ക് കളവിൻ്റെ പാതയിൽ കുറേ കാലം സഞ്ചരിക്കാം, പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിലേക്ക് തിരിച്ചു വരും. മരിക്കും, മരണം തന്നെ സത്യത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. സ്നേഹമില്ലാതെ ജീവിക്കാൻ സാധിക്കും, പക്ഷേ അവസാനം സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് തന്നെ റിഫ്രഷ് എടുത്തിട്ട് വേണം പുറത്തേക്ക് വരാനായിട്ട്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ പൂർണ്ണമായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള അറിവ്, കോസ്മിക് ഇൻ്റലിജൻസ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയിരിക്കുന്നു. അതെവിടെ നിന്ന് വരുന്നു അതും നമുക്കറിയില്ല. അപ്പോൾ ഈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവിനെ ശരിയായിട്ടുള്ള വിവേകബോധം ആക്കിയിട്ട് അറിവാക്കി മാറ്റാനും ഇതെല്ലാം പ്രവർത്തിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് യോജിച്ച് താളാത്മകമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും നമ്മളും ആ യൂണിവേഴ്സൽ ഇൻ്റലിജൻസിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കണം. എങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ ശരിക്കുള്ള എഡ്യൂക്കേഷൻ ആവുള്ളൂ. എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മനുഷ്യർക്ക് ചെയ്യാനാവൂ. അപ്പോൾ അതിന് നമ്മൾ സ്വയം ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഈ ഇൻ്റലിജൻസ് കൊണ്ട് ആ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഷ്യസ്നസ് സൃഷ്ടിച്ച കാര്യങ്ങൾ അതേ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല, അതിനെ മറികടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അറിവ് വെച്ചിട്ട് നമുക്ക് ഈ അറിവിനെ മറികടക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് LKGയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തരത്തിലൊരു അറിവ് വേണം. കുട്ടിക്ക് സ്വയം പഠിച്ചിട്ട് നന്നാൻ പറ്റില്ല, ഒരു അറിവ് ലഭിച്ചാലേ പറ്റുള്ളൂ. നമുക്കെപ്പോഴും ഒരു യോഗ ആവശ്യം, അതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിലുള്ള അറിവില്ലാത്ത ഒരു മേഖല, അൺനോൺ മേഖല, അതാണ് അറിവിൻ്റെ സ്രോതസ്സ്. ഇവിടെ നമ്മൾ അറിവില്ലാത്ത ഒരു അറിവില്ലായ്മയുണ്ട്, അതാണ് ഇഗ്നോറൻസ്, അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അറിവിൻ്റെ സ്രോതസ്സായിട്ട് അറിവില്ലായ്മ, അവിടേക്ക് നമ്മൾ കണക്ഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ തന്നെ നമ്മൾ ഇത് ചെയ്യണം. സ്വപ്നത്തിൽ ചെയ്യാൻ സാധിക്കില്ല, കാരണം സ്വപ്നത്തിൽ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. നമ്മളെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോകത്തിൽ ഒരു വ്യക്തിത്വം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം പല ടീച്ചേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ശരിയായിട്ടൊരു മഹാഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണം, എങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ പൂർണ്ണമാകുള്ളൂ. ആ മഹാഗുരു എന്ന് പറയുന്നത് സ്വയം വിനയത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹവും ആ യാത്രയിലാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു വ്യത്യാസമുണ്ട്, നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് സുപ്രീം കോൺഫിഡൻസ് ഉണ്ട്, അതായത് സഞ്ചരിക്കുന്ന പാത ശരിയായുള്ള രീതിയിലാണെന്ന് പറയാം. സുപ്രീമായിട്ടുള്ള വിശ്വാസമുണ്ട്, അതായത് ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സുപ്രീം വിശ്വാസമുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹയറാർക്കി അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, തൻ്റെ ഗുരുനാഥനുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാളും ഉപരി നയിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തായിട്ടുള്ള സ്നേഹമുണ്ട്. നമുക്കെല്ലാവർക്കും രണ്ട് ശക്തിയാണ്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും സ്നേഹിക്കാനുള്ള കപ്പാസിറ്റിയും. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കില്ല. അണ്ടർസ്റ്റാൻഡിങ് കനോട്ട് പ്രൊഡ്യൂസ് ലവ്, പക്ഷേ ലവ് ക്യാൻ ഗീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ശരിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മൾ സ്നേഹിക്കണം. സ്നേഹത്തിൽ ആ ഉയർന്ന ആ സോഴ്സിനെ,
നമ്മൾ നമ്മുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് എമുലേറ്റ് ചെയ്യണം. അപ്പോൾ എമുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വ്യക്തിത്വത്തെ ആവശ്യമുണ്ട്, ഒരു ഗുരുനാഥനെ ആവശ്യമുണ്ട്. ഒരു ഗുരുനാഥൻ ഇല്ലാതെ, ഗുരുനാഥനെ ഫോളോ ചെയ്യാതെ, അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിത്വം, ദാജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം, ഒരു നോർമലായിട്ട് ജീവിതം ജീവിച്ച ഒരു ബിസിനസ്സുകാരൻ, പക്ഷേ ഇത് മനസ്സിലാക്കിയാണ്, ഈ യാത്രയുടെ സീക്രട്ട് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ യാത്ര ചെയ്യുകയും അതേ സമയം തന്നെ ആ യാത്രയിൽ നിന്ന് ലഭിക്കുന്ന പ്യുവറായിട്ടുള്ള കാര്യങ്ങളെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഈഗോ എന്ന് പറയും. അപ്പോൾ സഞ്ചരിക്കുന്ന ഇടമെല്ലാം പ്യൂരിഫൈഡ് ആവുന്നു. ഇതുപോലെ ആവണം നമ്മൾ സ്വയം പ്യൂരിഫൈഡ് ആവണം, ഉയരണം. ആ ഉയർച്ചയിൽ ഇവിടെയുള്ള ഈ സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് കോടാനുകോടി ഈഗോസിനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ഉണർന്നിരിക്കണം, ഉണർന്നിരിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത്. ഇവിടെ രക്ഷപ്പെട്ടു പോയിട്ട് എവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നുകൊണ്ട് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സാക്ഷാത്കരിച്ചിട്ടുള്ള ഞാൻ പോകുന്ന ലക്ഷ്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി ഒരു മഹാഗുരുവിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം തരുന്ന ആ പ്യൂരിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്. അതിന് നമ്മളെപ്പോഴും ഈ ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ അതൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതൊരു സന്തോഷകരമായിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള, പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മാറും. അതാണ് നമ്മുടെ സാധാരണ നമ്മൾ നടത്തുന്ന എഡ്യൂക്കേഷനും ഈ തരത്തിലുള്ള ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.